ഹംബിൾ. അനദർ ക്രൈസ്റ്റ് ആവുക എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ മാതൃക അനുകരിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. കർത്താവ് കഴുതപ്പുറത്ത് കയറിയിരുന്നേ, കുതിരപ്പുറത്തല്ല, മറക്കരുത്. ഞങ്ങൾ മെത്രാനും അച്ഛന്മാർക്ക് എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്, കർത്താവ് കുതിരപ്പുറത്തല്ല കയറിയിരുന്നത്, കർത്താവ് കഴുതപ്പുറത്താണ് കയറിയിരുന്നത്. ബി ഹംബിൾ, ബി ഹംബിൾ. 2, ബി ഒബീഡിയൻറ്റ്. ഇന്നിപ്പോൾ ഇത് കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ലാത്ത വിഷയമാണ്. വീടുകളിൽ കുട്ടികൾക്ക് ഇഷ്ടമില്ല, ഒരു തലങ്ങളിൽ ആർക്കും ഇഷ്ടമില്ലാത്തൊരു വാക്കാണ് അനുസരണം. കർത്താവ് ദൈവമായി അവിടുന്ന് ഔസേപ്പിതാവും മാതാവും തൻ്റെ സൃഷ്ടികളാണ്. എന്നിട്ടും ആ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചുവെന്ന് തിരുവചനം നമുക്ക് വ്യക്തമായി പഠിപ്പിക്കുന്നു. അനുസരണത്തിന് വളരെ പ്രസക്തിയുണ്ട്. പിതാവിൻ്റെ വ്യക്തപരമായ ബോധ്യമാണ്, തെറ്റല്ലാത്ത കാര്യങ്ങളിൽ അധികാരികൾ അനുസരിക്കണം, അത് അനുഗ്രഹദായകമാണെന്ന് പിതാവ് ഉറച്ചു വിശ്വസിക്കുന്നു. തെറ്റല്ലാത്ത കാര്യങ്ങളിൽ അതിനോട് ഒരു അധികാരി പറയണം, നീ പോയിട്ട് കുറച്ച് കള്ളു കുടിക്കില്ലാന്ന് പറഞ്ഞാൽ കള്ളുടിക്കാൻ പോണ്ട. തെറ്റല്ലാത്ത ഏത് കാര്യങ്ങളിലും അധികാരികളെ അനുസരിക്കണം, അത് അനുഗ്രഹദായകമാണ്. തിരുവചനം പറയുന്നുണ്ട്, ഞാൻ ടെക്സ്റ്റ് ഒന്നും പറയുന്നില്ല, അധികാരം ദൈവതത്വമാണ്, അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവത്തെ ധിക്കരിക്കുന്നൊക്കെ തിരുവചനങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഷുഡ് ബി ഒബീഡിയൻറ്റ്. അവിടെ ഒന്നും പോകാനില്ല. ഈ ഹ്യൂമിലിറ്റി ഉണ്ടെങ്കിൽ അത് വരത്തുള്ളൂ. ഈഗോ എന്നൊക്കെയാണെങ്കിൽ ഒരിക്കലും അനുസരിക്കാൻ പറ്റത്തില്ല. ഞാൻ എന്നോട് ആരാവൻ പറയാൻ. അപ്പം അതുകൊണ്ട് ബി ഒബീഡിയൻ, ബി ഹംബിൾ, ബി ഒബീഡിയൻ.